സത്യം പറഞ്ഞാൽ ഈ ഒരാഴ്ച നമുക്ക് മൊബൈലോ കാര്യങ്ങളൊന്നും റിവ്യൂ ചെയ്യാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരുന്നു ഏത് വീഡിയോ ആണ് നമ്മൾ ഈ ഒരാഴ്ച അപ്ലോഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ. ആ ഒരു സമയത്താണ് ഈ ഒരു ഷെൽഫിൽ ഞാനൊരു പ്രൊഡക്റ്റ് കണ്ടത്. കുറേ ദിവസമായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ഷെൽഫിലുണ്ട്, നാളെ ചെയ്യാം പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ സൈഡാക്കി വെച്ചതായിരുന്നു. പക്ഷേ യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാക്കിയത് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് 2 വാക്കെങ്കിലും നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ മോശമാവും എന്നുള്ള കാര്യം. കാരണം ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി ഇയർബഡ്സ് ആണ്. ഏകദേശം ഇന്ത്യയുടെ 1500 രൂപ വില വരുന്ന Redmi Buds 6 Play ഈ ഒരു ഇയർബഡ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. എസ്പെഷ്യലി ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വർത്ത് ആണോ ഇല്ലേ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞൻ ഇയർബഡ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് നമുക്ക് ലഭിക്കുന്നത് ഇയർബഡ്സും അതുകൂടാതെ തന്നെ 2 പെയർ എക്സ്ട്രാ ഇയർ ടിപ്സ് ആണ് ലഭിക്കുന്നത്. ചാർജിങ് കേബിൾ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ല. 2 കളേഴ്സിലാണ് ഈ ഒരു ഇയർബഡ്സ് അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് വൈറ്റ് കളറാണ്. ഇത് കൂടാതെ ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ്. 2 രീതിയിൽ നമുക്ക് ഈ ഒരു ഇയർബഡ്സ് നമ്മുടെ സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഒന്ന് സാധാരണ രീതിയിൽ നമുക്ക് സെറ്റിംഗ്സിലൂടെ മാനുവലി സെർച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഷവോമി ഇയർബഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ വഴി കൂടി നമുക്കിതിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഷവോമി ഇയർബഡ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ ഇയർബഡ്സിൻ്റെ ഒരുപാട് സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ജസ്റ്റേഴ്സിൽ എന്തൊക്കെയാണോ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ മാറ്റം വരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഓഡിയോ എഫക്റ്റ് നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു ഓഡിയോ എഫക്റ്റ് നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ലോ ലേറ്റൻസി മോഡ് എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഇയർബഡ്സ് ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ കാണാതായി പോയാൽ തന്നെ നമുക്ക് സൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ ആ ഒരു മാനുവൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇയർബഡ്സിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഏതൊക്കെ മോഡ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഇയർബഡ്സിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം പെർസെൻറ്റേജ് നമ്മുടെ ഇയർബഡ്സിലുണ്ടെന്നും നമ്മുടെ കേസിലുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഇയർബഡ്സിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ കംഫർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ചെറുതാണ്. അതായത് ഒരു നഖത്തിനോളം മാത്രം സൈസ് ഉള്ളതും 3.6 ഗ്രാം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതുമാണ്. എനിവേ ഇതിൻ്റെ കംഫർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ എപ്പോഴും ഇയർബഡ്സിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ് കംഫർട്ട്നെസ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺസ് ആണ്. എനിക്കൊരു പക്ഷേ നല്ല കംഫർട്ടായിട്ടുള്ള ഇയർബഡ്സ് മറ്റു ചിലർക്ക് ഡിസ്റ്റർബൻസ് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇയർബഡ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് പറ്റുകയാണെങ്കിൽ ഇയർബഡ്സ് നമ്മൾ ചെവിയിലൊക്കെ വെച്ച് ആ ഒരു സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എനിവേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ കംഫർട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇവൻ നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഇവൻ നല്ല രീതിയിൽ ഷേക്ക് ചെയ്യുകയാണെങ്കിലും താഴെ പോകുമെന്ന പേടിയില്ലാതെ തന്നെ നല്ല കംഫർട്ടായിട്ട് പേഴ്സണലി എനിക്ക് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ IPX4 റേറ്റഡോട് കൂടിയിട്ടുള്ള സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ എക്സസൈസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണെങ്കിലും നമുക്ക് വിയർപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ വരുന്നതല്ല. പക്ഷേ സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്, അല്ലാതെ വാട്ടർ അല്ലെങ്കിൽ ഡസ്റ്റ് റെസിസ്റ്റൻ്റ് അല്ല ഈ ഒരു ഇയർബഡ്സ്. ഈ ഒരു ഇയർബഡ്സിൻ്റെ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇത് ബ്രീഫായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് വരുന്നത്. ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഇല്ല. പകരം അറ്റ് എ ടൈം ഒരു ഡിവൈസിൽ മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഇത് ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇയർബഡ്സിനെ റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 57 mAh ആണ് ഈ ഒരു ഇയർബഡ്സിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എങ്കിൽ 600 mAh ആണ് ഈ ഒരു കേസിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. സിംഗിൾ ടൈമിൽ നമുക്ക് 7.5 ഹവേഴ്സും വിത്ത് കേസ് ആണെങ്കിൽ 36 ഹവേഴ്സ് ആണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ 10 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 3 മണിക്കൂർ മ്യൂസിക് പ്ലേ ബാക്ക് ടൈമാണ് ഈ ഒരു ഇയർബഡ്സിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. എനിവേ ഇതിൽ ഒരുപാട് ജസ്റ്റേഴ്സും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വഴി തന്നെ നമുക്ക് ജസ്റ്റേഴ്സിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്താൻ സാധിക്കും. അതായത് സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, ലോങ് പ്രസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് കംഫർട്ട് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ നമുക്കത് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മ്യൂസിക് പ്ലേ ചെയ്യണോ, പോസ് ചെയ്യണോ, അതുപോലെ തന്നെ പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ് ട്രാക്ക്, അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് അസിസ്റ്റൻറ്റ്, ഇത്തരത്തിലുള്ള നമുക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതൊക്കെ ആ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ജസ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈവൻ നമുക്ക് വോളിയം അപ്പ്, വോളിയം ഡൗൺ ഉൾപ്പെടെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റേഴ്സിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 10mm ഡൈനാമിക് ഡ്രൈവറാണ് ഈ ഒരു ഇയർബഡ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ടിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ആ ഒരു മ്യൂസിക് ലൈവായിട്ട് കേട്ടുകൊണ്ട് തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമ്മൾ എന്താണോ ഒരു ഇയർബഡ്സ് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ബേസ് ക്വാളിറ്റി, അതുപോലെ തന്നെ
ആ ഒരു സൗണ്ട് ക്വാളിറ്റി നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സൗണ്ടായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് കൂടി നമുക്ക് ഈ ഒരു ഇയർബഡ്സിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോളിങ്ങിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള കോളിംഗ് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിൽ നമുക്ക് AI നോയ്സ് റിഡക്ഷൻ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ സെനോറിയോസിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോൾ ചെയ്യാൻ കൂടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ എനിക്ക് മ്യൂസിക് എക്സ്പീരിയൻസ് ആണെങ്കിലും കോൾ എക്സ്പീരിയൻസ് ആണെങ്കിലും ഒരു എബവ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇയർബഡ്സിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 69 ഖത്തർ റിയാലാണ്. ഏകദേശം ഇന്ത്യയുടെ 1500 രൂപയ്ക്ക് മുകളിലാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ ഇന്ത്യയിൽ ഈ ഒരു ബഡ്സ് നിലവിൽ ലഭ്യമല്ല. എനിവേ ഓവറോൾ പറയാനാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാല്യൂ ഫോർ മണി എന്നുള്ള രീതിയിൽ ഈ ഒരു പ്രൈസിൽ ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ സാധിക്കും. എസ്പെഷ്യലി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, അതുപോലെ തന്നെ ബാറ്ററി ലൈഫ്, അതുപോലെ തന്നെ കാണാനുള്ള ആ ഒരു ക്യൂട്ട്നെസ്, കംഫർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇയർബഡ്സ് എന്നുള്ള രീതിയിൽ തന്നെ പരിഗണിക്കാൻ പറ്റുന്നതാണ്. എസ്പെഷ്യലി ഐഫോണിലും ആൻഡ്രോയിഡിലൊക്കെ ഒരേപോലെ കണക്റ്റ് ആവുന്ന ഒരേ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഔട്ട്പുട്ട് തരുന്ന ഒരു കിഡിലൻ ഇയർബഡ്സ് തന്നെയാണ് ഈ ഒരു Redmi 6 Play എന്ന് പറയുന്നത്. എനിവേ എന്നും പറയാനുള്ള പോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.